ആ ശരിയാണ് അടിപൊളി അടിപൊളി നല്ല രസം എല്ലാവരും. ആ സൂപ്പർ ഹിറ്റ് പടം. ഫാമിലിക്ക് മൊത്തത്തിൽ വന്ന് ചിരിച്ച് ഉല്ലസിച്ച് പോകാം. മനസ്സിന് ഒരു സന്തോഷം കിട്ടുന്ന പടം. രഞ്ജിത്ത് ശ്രീജിത്ത് എന്ന് പറഞ്ഞ രണ്ട് ഡയറക്ടർമാരാണ് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലൊരു എന്റർടൈൻമെന്റ് വളരെ കാലത്തിന് ശേഷം ഫാമിലിക്ക് ധൈര്യപൂർവ്വമാണ്. ബോറടിക്കാതെ ആണ്. ഒരു ബോറടിയില്ല ഇപ്പോഴത്തെ എന്ത് ഫീൽ ഗുഡ് മൂവി. നമ്മ മുമ്പ് കണ്ട പ്രിയദർശന്റെ ഒക്കെ സിനിമയൊക്കെ ഇല്ലേ അതേപോലെ നല്ല ചിരിച്ച് ഓരോരോ രസങ്ങൾ. ഇത് ഇപ്പോഴും ഓരോ രംഗങ്ങൾ നമുക്ക് ഓർക്കുമ്പോൾ ചിരി കണ്ടില്ല. ലാലു ലക്സ് ഒക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുള്ള ഓരോ കഥാപാത്രങ്ങളും നന്നായിട്ടുണ്ട്. നല്ലൊരു പടമാണ്. എല്ലാവർക്കും ഫാമിലിയായിട്ട് ധൈര്യം വന്ന് ചിരിച്ച് മനസ്സിന് ദുഃഖങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് തീർക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമ. കാരണം അത്രയും ഗുഡ് ഫീൽ, നല്ലൊരു ഫാമിലി എന്റർടൈൻമെന്റ്, നല്ല രസമുള്ള പടം. വിഷ്ണു എന്തോ അവരെ കോംബോ തന്നെ എല്ലാ പടങ്ങളും നല്ലതാണ്. ഇത് അതിൽ ഗംഭീരമായിട്ടുണ്ട്. ഈ 2025 നല്ലൊരു ചിത്രം കാഴ്ചവെച്ചിട്ടുണ്ട്. ഏതായാലും രഞ്ജിത്ത് ശ്രീജിത്ത് എന്ന് പറഞ്ഞ രണ്ട് ഡയറക്ടർമാരാണ്. അവർക്ക് അഭിനന്ദനങ്ങൾ. കാരണം അന്ന് നല്ല ഗുഡ് ഫീലിംഗ്. നല്ല പടമാണ്. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. പടം നല്ലൊരു പടമാണ് കേട്ടോ. വിഷ്ണുവിന്റെയും വിപിന്റെയും ഒരു വ്യത്യസ്തമായ വേഷമാണ്. നമ്മൾ ഒന്നിലും ഒരു ഒരു വിശ്വാസം അധികമാകരുത് എന്നുള്ള ഒരു പടത്തിന് മീനിങ്. നല്ലൊരു പടമാണ്. ആ ചിരിക്കാനും ഉണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളി പടമാണ്. അവർ രണ്ടുപേരെയും വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ്. കോമഡിയും എല്ലാം ഉണ്ട്. ഒന്നിലും നമ്മൾ അധികം വിശ്വസിക്കുക എന്നുള്ള ഒരു ഇതാണ്. അന്ധമായ വിശ്വാസത്തിലൂടെ പലരും പൈസ സമ്പാദിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇതിന്റെ അടിപൊളി പടം.